ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു ക്രിസ്മസ് കാലം കൂടെ നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ആദ്യഭാഗങ്ങളിൽ കാണുന്നത് പോലെ കിഴക്കു നിന്ന് വന്ന വിദ്വാൻമാർ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വന്ന് ചോദിക്കുന്ന ഭാഗം നമുക്കറിയാം. ഞങ്ങൾ അവൻ നക്ഷത്രം കിഴക്ക് കണ്ടു. രാജാവായി പിറന്നവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു. ഈ ക്രിസ്മസ് കാലയളവിൽ ലോകത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ, ലോകത്തിൻ്റെ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ ഇനി അധികം കാലമില്ല ഈ കണ്ടതായ നക്ഷത്രത്തെ വണങ്ങുവാൻ, നമസ്കരിപ്പാൻ, കുമ്പിട്ട് ആരാധിപ്പാൻ നമുക്കിടയാകണം. യേശുവിൻ്റെ ആ വലിയ സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തണം. യേശുവിൻ്റെ ജനനവുമായി പ്രതികരിക്കുന്ന ഈ വിദ്വാൻമാരുടെ അനുഭവം, അവർ യേശുവിനെ കാണുന്നതുവരെയും അവർ പിന്തിരിഞ്ഞില്ല. അവർ അന്വേഷിച്ചു, അവർ കണ്ടെത്തി. ഈ ശിശുവിന് മുമ്പിൽ വണങ്ങി അവനെ കാഴ്ചകൾ അർപ്പിച്ചു. സമാധാനത്തോടെ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ഈ ശിശുവിനെക്കുറിച്ച് അറിഞ്ഞപ്പെട്ടതായ കൊട്ടാരത്തിലെ രാജാവും മറ്റുള്ളവരും ഭ്രമിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നേക്കാൾ വലിയവൻ കടന്നു വരുമ്പോൾ അധികാരം കൊടുക്കാൻ ഇഷ്ടപ്പെടാതെ അവർ പരിഭ്രമിക്കുന്നു. ഈ ശിശുവിനെ നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ ജീവിതം നശിച്ചു പോകുന്ന അനുഭവത്തിലേക്ക് കടന്നു വന്ന ഭാഗം നമുക്ക് ചരിത്രത്തിൽ അറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നത് പോലെ ആട്ടിടയന്മാർ വെളിമ്പ്രദേശത്ത് ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന അവരുടെ അടുക്കിലേക്ക് ദൂതന്മാർ കടന്നു വന്ന് മഹാസന്തോഷത്തിൻ്റെ ആ അനുഭവം വിവരിച്ചപ്പോൾ അവർ ശിശുവിനെ കാണണമെന്നുള്ളതായ ആഗ്രഹത്തോടുകൂടെ അവർ ബെത്ലഹേമിലെത്തി. ശിശുവിനെ, അമ്മയെ കണ്ടു, യോസഫിനെ കണ്ടു. ആ ശിശുവിനെ കുറിച്ച് തങ്ങൾ കേട്ടതൊക്കെയും ആ ചുറ്റുപാടുകളിൽ അറിയിച്ച് അവർ മടങ്ങിപ്പോയി. അപ്പോസ്തലനായ പൗലോസ് യേശുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഈ വലിയ നക്ഷത്രത്തെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യരുടെയും രക്ഷാകരമായ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കുവാൻ നമുക്കിടയാകണം. ശിമയോൻ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ യെരുശലേം ദേവാലയത്തിൽ വെച്ച് ഈ ശിശുവിനെ കണ്ടപ്പോൾ നമുക്കറിയാം എന്താണ് പറയുന്നത്. നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞ് ആ ശിശുവിനെ നമസ്കരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിതത്തിൽ ഈ ശിശുവിനെ കാണുവാൻ, ഈ ശിശുവുമായിട്ട് ഇടപെടുവാൻ, ഒരു സന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ, ശിശുവിന് മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്കിടയാകണം. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം തരുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം. വചനമാകുന്നവൻ ജഡമായി ശിശുവായി ഈ ലോകത്തിലേക്ക് വന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ആ പാർത്തതായ നമുക്ക് രക്ഷ തന്ന ആ യേശുവിനെ ഈ ക്രിസ്മസ് കാലം വരെയും നമ്മൾ കണ്ടുമുട്ടിയില്ല എങ്കിൽ ഒരിക്കൽ ഒന്ന് അവസരം കൊടുക്കാം, യേശുവിനെ കണ്ടുമുട്ടാം. അതിന് ദൈവം നമ്മെല്ലാവരെയും ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നാമം മഹത്വപ്പെടുമാറാകട്ടെ.